നമസ്കാരം. ക്യൂബയിൽ യുദ്ധത്തിന് കോപ്പുകൂട്ടി ട്രംപ്. ക്യൂബയിൽ മിസൈൽ വർഷം തീർക്കുകയാണ് ട്രംപ്. അമേരിക്കയ്ക്ക് പൊതുവെ ഈ ക്യൂബയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല എന്നത് ഒരു വലിയ വിഷയമാണ്. ഇറാൻ യുദ്ധത്തിലെ നാണക്കേട് തീർക്കാൻ ട്രംപ് കാണുന്ന വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ ക്യൂബ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ട്രംപ് പണ്ടേ ക്യൂബയെ ഉന്നമിട്ടതാണ്. ഒബാമയുടെ കാലത്തുണ്ടായ ധാരണയിൽ നിന്ന് പിന്മാറി ആദ്യത്തെ ഊഴത്തിൽ തന്നെ ട്രംപ് ചില ഇളവുകൾ ക്യൂബയ്ക്കുള്ളത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ ക്യൂബൻ ചരിത്രം അറിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ ട്രംപിന്റെ യുദ്ധക്കൊതി എന്തിനാണ് എന്ന് മനസ്സിലാകൂ. 1823 ജെയിംസ് മൺറോ രൂപീകരിച്ച മാൻഡ്രോ ഡോക്ട്രൈൻ അത് നടപ്പാക്കുകയാണ് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്യൂബയിൽ യുദ്ധത്തിന് ഒരു കോപ്പ് കൂട്ടുന്ന അവസ്ഥയിലാണ് ട്രംപ്. കാരണം അവിടെ ക്യൂബയിൽ മിസൈൽ വർഷം തീർത്ത് രാജ്യത്തെ പിടിച്ചെടുക്കുവാനുള്ള ഒരു തത്രപ്പാടിലാണ് ട്രംപ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. ഇവിടെ യൂറോപ്പിനെ തള്ളുക, സ്വന്തം ഗോളാർദ്ധത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കുക, ലാറ്റിൻ അമേരിക്കയിൽ ഉൾപ്പെടെ ദൂരെയുള്ള വിദേശ ശക്തികളെ, അതായത് യൂറോപ്പിനെ വേണ്ടെന്ന് വയ്ക്കുക. അന്ന് പക്ഷേ ബ്രിട്ടന്റെ സൈനിക ശക്തി അമേരിക്കയ്ക്ക് ആവശ്യമായ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് നടപ്പാക്കിയുമില്ല. പിന്നീട് പലപ്പോഴും അമേരിക്ക ഈ നയം നടപ്പാക്കി. ആ വഴിയാണ് ട്രംപിന്റെ സഞ്ചാരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മാൻഡ്രോ ഡോക്ട്രൈൻ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, യൂറോപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ഉൾപ്പെടെ ദൂരെയുള്ള വിദേശ ശക്തികളെ യൂറോപ്പിനെ വേണ്ടെന്ന് വെക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ട്രംപിന്റെ സഞ്ചാരം എന്ന് പറയാം. ക്യൂബൻ ചരിത്രം എന്ന് പറയപ്പെടുന്നത്. പക്ഷെ ക്യൂബ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭാഗമാകുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. 1823 അന്നത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ക്യൂബയെ വിശേഷിപ്പിച്ചത് മരത്തിൽ നിന്ന് വീണുപോയ ആപ്പിൾ എന്നാണ്. അത് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയും വ്യക്തമാക്കി. അതിനു മുമ്പ് സ്പാനിഷ് കോളനിയായിരുന്ന ക്യൂബയെ വിലയ്ക്ക് വാങ്ങാൻ അമേരിക്ക പലതവണ ശ്രമിക്കുകയും ചെയ്തു. അക്കാലത്ത് തന്നെ അമേരിക്കയായിരുന്നു ക്യൂബയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. കയറ്റുമതി രംഗം അമേരിക്കൻ വ്യവസായികളുടെ സ്വന്തമായി മാറി. പക്ഷെ 1898 അമേരിക്കൻ കപ്പലായിട്ടുള്ള USS മെയിനിൽ വൻ സ്ഫോടനം ഉണ്ടായി. ദുരൂഹമെന്ന് കണക്കാക്കപ്പെട്ട സ്ഫോടനം. 250-ലേറെ അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടു പോയ സ്ഫോടനം. അതോടെ അമേരിക്ക ഇടഞ്ഞു. ക്യൂബയെ മോചിപ്പിക്കുവാൻ സ്പെയിനുമായി യുദ്ധം തുടങ്ങി. സ്പെയിൻ തോൽവി സമ്മതിച്ചു, ധാരണയിൽപ്പെട്ടു. പക്ഷേ പിന്നെ അമേരിക്കൻ സൈന്യം ക്യൂബയിൽ നിലയുറപ്പിച്ചു. പിൻവാങ്ങണമെങ്കിൽ ഏഴ് വ്യവസ്ഥകളുമായിട്ട് പ്ലാറ്റ ഭേദഗതി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പരമാധികാരം വെട്ടിച്ചുരുക്കി. അമേരിക്കയുടെ അനുവാദമില്ലാതെ ഭൂമി കയ്യേറ്റം പോലും പാടില്ല എന്നായി. അവിടെയാണ് ക്യൂബൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഗോണ്ടാനാമ ബേ ആസ്ഥാനമാക്കിക്കൊണ്ട് 1902 വരെ അമേരിക്കൻ നിയന്ത്രണത്തിലായിരുന്നു ക്യൂബ. 1902 ക്യൂബ റിപ്പബ്ലിക്കായി. ടോമസ് എസ്ട്രാഡ പാമ ആദ്യത്തെ പ്രസിഡന്റായി. പക്ഷേ അമേരിക്കയ്ക്ക് എപ്പോൾ വേണമെങ്കിലും രാജ്യകാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരവും നാവികസ്ഥാനവും നിലനിന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം കലാപം തുടങ്ങി. എസ്ട്രഡ രാജിവെച്ചു. അമേരിക്ക ഇടപെട്ടു. അമേരിക്കൻ പ്രതിനിധി ഗവർണറായെത്തി. 1909 ക്യൂബൻ റിപ്പബ്ലിക് പിന്നെയും നിലവിൽ വന്നു. പിന്നെ പലർ അധികാരത്തിലെത്തിയെങ്കിലും നിലനിന്നില്ല. പക്ഷെ സമ്പദ് രംഗം മെച്ചപ്പെട്ടു. പഞ്ചസാര ക്യൂബയുടെ സമ്പദ് രംഗം താങ്ങി നിർത്തി. 1952 സൈനികനായിരുന്ന ബാറ്റിസ്റ്റ അധികാരം പിടിച്ചെടുത്തു. പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു ബാറ്റിസ്റ്റ. പക്ഷേ പഞ്ചസാര കയറ്റുമതിയിലെ നിയന്ത്രണം വിപ്ലവത്തിന് തുടക്കമിട്ടു. ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയും ഗറില്ല സംഘം രൂപീകരിച്ചു. ആഭ്യന്തര യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നുള്ള. 1958 നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ബാറ്റിസ്റ്റയുടെ നോമിനിയാണ്. പിന്നാലെ കലാപം രൂക്ഷമായി. 1959 ബാറ്റിസ്റ്റ പലായനം ചെയ്തു. ബാറ്റിസ്റ്റ സർക്കാരിനെതിരായിട്ടുള്ള കാസ്ട്രോ നയിച്ച ജൂലൈ 26 മുന്നേറ്റമാണ് ബാറ്റിസ്റ്റയുടെ ആ വീഴ്ചയ്ക്ക് കാരണമായത്, വഴിവെച്ചത്. അതിനുശേഷമോ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ജനുവരിയിൽ പുതിയ സർക്കാർ അവിടെ നിലവിൽ വരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഉദയമായിരുന്നു. കാസ്ട്രോ പ്രധാനമന്ത്രിയായി മാറുന്നു, പിന്നെ പ്രസിഡന്റും. കാസ്ട്രോ സർക്കാരിനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നായി അമേരിക്ക മാറുന്നു. കാസ്ട്രോ അമേരിക്ക സന്ദർശനം നടത്തുന്നു. പക്ഷേ ദേശസാൽക്കരണവും മറ്റു പരിഷ്കരണങ്ങളും അമേരിക്കയ്ക്ക് അനിഷ്ടമായി മാറുന്നു. ബന്ധം പിന്നീട് വഷളായി, ശത്രുതയായി. കാസ്ട്രോ സോവിയറ്റ് യൂണിയനോട് അടുത്തു. അമേരിക്ക കാസ്ട്രോ സർക്കാരിനെ അട്ടിമറിക്കുവാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. ഇവിടെ ബേ ഓഫ് പിഗ്സ് എന്നറിയപ്പെട്ട ക്യൂബൻ അഭയാർത്ഥികളുടെ മുന്നേറ്റം വരെ അങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. സോവിയറ്റ് യൂണിയനാണ് ക്യൂബയിൽ രഹസ്യമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥാപിച്ചതും ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് എന്ന ഭീഷണി ഉയർന്നതും അവിടെയാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്നറിയപ്പെട്ട പ്രതിസന്ധി അവസാനിച്ചത്
ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ പിൻവലിക്കുവാൻ സോവിയറ്റ് യൂണിയൻ സമ്മതിച്ചതോടെയാണ്. പകരം തുർക്കിയിൽ നിന്ന് അമേരിക്കയും മിസൈലുകൾ പിൻവലിച്ചു. ഇതിനിടെ കാസ്ട്രോയുടെ ഏകാധിപത്യ രീതികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്ന സാഹചര്യമുണ്ടായി. 1993 കാസ്ട്രോയുടെ മകളടക്കം അത്തരത്തിൽ കുടിയേറ്റം സംഭവിച്ചു. കാസ്ട്രോ പലായനം അനുവദിച്ചു. അതിനിടെയാണ് വെനസ്വേലൻ നേതാവ് ഹ്യൂഗോ ഷാവേസുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ഇരുകൂട്ടരും പകരത്തിന് പകരം എന്ന രീതിയിൽ പരസ്പരം സഹായിച്ചു. 2006 കാസ്ട്രോ അധികാരം താൽക്കാലികമായിട്ട് സഹോദരൻ റൗളിനെ ഏൽപ്പിച്ചു. അധികാരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പിന്നീട് പ്രഖ്യാപനം വന്നു. 2016 കാസ്ട്രോ വിടവാങ്ങി. പിന്നെ രാജ്യത്തെ നയിച്ചത് റൗൾ കാസ്ട്രോ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് ക്യൂബയെയും സത്യത്തിൽ തളർത്തി തുടങ്ങിയത് എന്നതാണ്. അന്ന് അമേരിക്ക ക്യൂബയിലേക്ക് സഹായം എത്തിക്കുവാൻ സ്വകാര്യ സന്നദ്ധ സംഘടനകളെ അനുവദിച്ചിരുന്നു. പക്ഷേ അധികകാലം അതൊന്നും നീണ്ടില്ല എന്നതാണ്. ശത്രുതയ്ക്കും സഹകരണത്തിനുമിടയിൽ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരുന്നു ആ ബന്ധം. ക്യൂബയിലെ പ്രതിസന്ധി കാലത്ത് അമേരിക്കയിലേക്കുള്ള പലായനം അനുവദിച്ചിട്ടുണ്ട്. കാസ്ട്രോ പലതവണ അമേരിക്കയും അനുകൂലമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ 84 വർഷം 20,000 ക്യൂബൻ കുടിയേറ്റക്കാരെ സ്വീകരിക്കണമെന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നു. 1994 ഇത്തരത്തിൽ നടന്ന പലായനം കിട്ടിയ തടിക്കഷ്ണങ്ങൾ ചേർത്ത് കെട്ടി കടൽ കടക്കാൻ ശ്രമിച്ചു ജനങ്ങൾ. അത്തരത്തിലുള്ള കാഴ്ചകൾ കാണേണ്ടി വന്നു. പലായനത്തിന്റെ കടലിൽ വെച്ച് മരിച്ചത് 1 ലക്ഷത്തോളം പേരാണ്. അടുത്ത വർഷം പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ കുടിയേറ്റ നയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. അത് ക്യൂബക്കാർക്ക് തിരിച്ചടിയായിരുന്നു. ചിലപ്പോൾ സഹകരണവും ചിലപ്പോൾ ശത്രുതയുമായി അങ്ങനെ തുടർന്നു അമേരിക്കൻ ക്യൂബൻ ബന്ധം. അതിനുശേഷമാണ് ബറാക് ഒബാമ അധികാരത്തിലെത്തുന്നത്. അതോടുകൂടി മാറ്റം വന്നത്. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു. എംബസികൾ തുറന്നു. 1928 ശേഷം ക്യൂബ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ബറാക് ഒബാമ മാറി. പക്ഷേ ട്രംപ് അധികാരത്തിലെത്തിയോടെ കഥ മാറി. 2017 തന്നെ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. വ്യാപാര ഉപരോധവും അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർക്ക് നേരെ ദുരൂഹമായിട്ടുള്ള സോണിക് ആക്രമണം നടന്നതടക്കം അക്കാലത്തായിരുന്നു. ഉപരോധങ്ങളും യാത്രാ നിയന്ത്രണങ്ങളും കൂടിക്കൊടുക്കും. അധികാരമൊഴിയും മുമ്പ് ക്യൂബയെ ഭീകരവാദ രാജ്യങ്ങളുടെ പട്ടികയിൽ വീണ്ടും പെടുത്തി ട്രംപ്. ജോ ബൈഡൻ അതിൽ പലതും പിൻവലിച്ചു, ഇളവുകൾ നൽകി. പക്ഷെ ട്രംപിന്റെ 2ാം ഊഴത്തോടെ എല്ലാം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ കുറ്റപത്രം വരെ നൽകിയിരിക്കുകയാണ്. കൊലപാതകമടക്കമാണ് കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നത്. 1996 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിലാണ് കുറ്റപത്രം. 30 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഫ്ലോറിഡ തീരത്തിനടുത്ത് 2 ചെറു വിമാനങ്ങളാണ് ക്യൂബൻ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടത്. മിയാമിയിലെ ക്യൂബൻ സംഘടനയായിട്ടുള്ള ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂവിൻ്റെതായിരുന്നു വിമാനങ്ങൾ. 4 പേർ മരിച്ചു. അതിൽ 3 പേർ അമേരിക്കൻ പൗരന്മാരായിരുന്നു. ക്യൂബയിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ ദൗത്യം. തങ്ങളുടെ വ്യാമ മേഖല ലംഘിച്ചുകൊണ്ടാണ് വെടിവെച്ചിട്ടതെന്ന് ക്യൂബയുടെ വിശദീകരണം. മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും എന്തായാലും അതോടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ ഉപരോധങ്ങൾ ശക്തമാക്കി. അന്ന് റൗൾ കാസ്ട്രോ ആയിരുന്നു പ്രതിരോധ മന്ത്രി. 2021 അധികാരമൊഴിഞ്ഞ റൗൾ കാസ്ട്രോയ്ക്ക് ഇന്ന് 94 വയസ്സാണ്. റൗൾ കാസ്ട്രോ അമേരിക്കയിലെത്തും വിചാരണയ്ക്കായി എന്നാണ് അറ്റോർണി ജനറൽ ട്രോഡ് ബ്ലാഞ്ചിന്റെ അവകാശവാദം. പരിഹസിക്കാൻ കഴിയില്ല. കാരണം വെനസ്വേലൻ നേതാവ് മദൂറോയ്ക്ക് പോലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തിയിരുന്നു അമേരിക്ക. മദൂറോയെയും ഭാര്യയെയും കടത്തിക്കൊണ്ടുപോയത് അതിനുശേഷമാണ്. കുറ്റപത്രം നൽകിയ നടപടി അപലപിച്ചു ക്യൂബയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മിഗ്വൽ ഡിയസ് കെനൽ. രാഷ്ട്രീയ നടപടി ക്യൂബയ്ക്കെതിരായിട്ടുള്ള സൈനിക നടപടിക്ക് ന്യായീകരണം കണ്ടെത്തുകയാണ് എന്ന് ആരോപിച്ചു. സൈനിക നടപടി അബദ്ധമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ക്യൂബയിലെ ജനങ്ങളും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചു. ഹവാനയിലെ അമേരിക്കൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ പതിവ് കഥയായി. സാധാരണക്കാരും വെടിവെക്കാൻ പരിശീലിച്ചു. അമേരിക്ക സൈനിക നടപടിക്കൊരുങ്ങിയാൽ രാജ്യം ഒറ്റക്കെട്ടാവുമെന്ന് വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ക്യൂബൻകാരുടേത്. അമേരിക്കയിൽ ജീവിക്കുന്ന ക്യൂബക്കാരുടെ കണ്ണിൽ പക്ഷേ കാസ്ട്രോ കുറ്റവാളിയാണ്. കാസ്ട്രോ കുടുംബം രാജ്യം സ്വന്തമാക്കി തകർത്തു എന്നൊരു ആരോപണമുണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ അന്വേഷിക്കണമെന്നുള്ള ആവശ്യമുണ്ട്. ചിലിയിലെ ജനപ്രതിനിധി സഭയും അതേ ആവശ്യം ഉന്നയിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ അതേസമയം ക്യൂബയിൽ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. വെളിച്ചമില്ല, ഇന്ധനമില്ല, പാചകത്തിന് വഴിയില്ല. മെക്സിക്കോ ക്യൂബയിൽ എണ്ണ എത്തിച്ചിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭീഷണി കാരണം അത് നിർത്തിവെച്ചു. അവശ്യ സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മെക്സിക്കോ എത്തിക്കുന്നത് തന്നെ. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കും ഇന്ധനക്ഷാമത്തിൽ മുന്നറിയിപ്പ് നൽകി. ക്യൂബ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ട്രക്കുകൾ വഴിയുള്ള മാലിന്യ ശേഖരണവും വഴിമുട്ടി. ഹവാനയിൽ അടക്കം മാലിന്യ കൂമ്പാരങ്ങളെ അത്തരത്തിലുള്ള തെരുവുകളാക്കി മാറ്റുന്ന കാഴ്ചയുണ്ടായി. ക്യൂബയ്ക്ക് സത്യത്തിൽ ശ്വാസം മുട്ടുകയാണ്. ധാരണയ്ക്ക് തയ്യാറാകൂ, ഇല്ലെങ്കിൽ അടുത്ത നടപടി ഉടനുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അന്ത്യശാസനം വരുന്നു.
ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ക്യൂബ. പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. ക്യൂബ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന. ഫ്ലോറിഡയിലെ ക്യൂബൻ കുടിയേറ്റക്കാരുടെ മകനാണ് റൂബിയോ എന്നതും ഓർക്കണം. പ്രശ്നങ്ങൾ വഷളാക്കുന്നത് റൂബിയോ എന്നാണ് ക്യൂബയുടെ ആരോപണം. ഇതിന്റെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള CIA മേധാവിയായിട്ടുള്ള റാഡ്ക്ലിഫ് ക്യൂബയിലെത്തി. റൗളിന്റെ ചെറുമകൻ അടക്കമുള്ളവരുമായിട്ട് ചർച്ച നടത്തി. 10 മില്യന്റെ സഹായം വാഗ്ദാനം ചെയ്തു. പക്ഷെ അമേരിക്ക ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങൾ നടപ്പാക്കണം. തൊട്ടു പിന്നാലെയാണ് റൗൾ കാസ്ട്രോയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. സത്യത്തിൽ സമ്മർദ്ദ തന്ത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തിനോ ഉള്ള ഒരു ഉരുക്കുകൂട്ടലാണോ അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സിലെന്നത് അതുമാത്രം വ്യക്തമല്ല എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്യൂബയിൽ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ട്രംപ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനിൽ തകർന്ന് തരിപ്പണമായി പോയ തന്ത്രങ്ങൾ ക്യൂബയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് മിസൈൽ വർഷം ക്യൂബയിൽ നടത്താമെന്ന് ട്രംപ് തീരുമാനിക്കുന്നത്. ഇനിയുള്ള കാലം ട്രംപ് ക്യൂബയെ കൂടെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും മറ്റൊരു അബദ്ധത്തിന്റെ തുടക്കമാകുമെന്ന് കാത്തിരുന്നു കാണാം.